അതായത് നമ്മളുടെ സ്കൂളുകളുടെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന 2000 മുതൽ 2025 വരെ പൊയ്ക്കൊണ്ടിരിക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം കീറിയെടുത്ത് കടലിൽ കളയേണ്ട കാലം കഴിഞ്ഞു. അത്രയ്ക്ക് ഏറ്റവും ഗുണകരമല്ലാത്ത വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ചർച്ചകൾ ചൂടുപിടിക്കുന്നുണ്ട്. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് കുറെ 25 വർഷത്തിനിടയിൽ, അതായത് 2000 ജനിച്ച കുട്ടിക്ക് ഇപ്പോൾ 25 വയസ്സ്. ആ കുട്ടി ഒരു ആവറേജ് എഡ്യൂക്കേഷൻ എടുത്ത് ഒരു ഡോക്ടർ ആവാൻ പഠിക്കണമെങ്കിൽ ഫൈനൽ ഇയർ MBBSന്റെ സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ ഫോർത്ത് ഇയറോ കുട്ടികൾ പഠിക്കുന്നുണ്ടാവാം. അങ്ങനെ എന്നെ പോലെയുള്ള വ്യക്തികൾ 25 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം തെറ്റാണ്, വളരെ റോങ് ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വളരെ റോങ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ റോങ്. അത് എങ്ങനെയെന്ന് ഞാൻ എൻ്റെ ഈ വീഡിയോ മുതൽ പറഞ്ഞു തരാം. ഇതെൻ്റെ എപ്പിസോഡ് 1 ആണ്. എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റേണ്ടതുണ്ടോ? അത് ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിന് ഞാൻ നിങ്ങളുടെ മുമ്പേ 2 ദിവസത്തിന് മുൻപേ നടന്ന ഒരു വ്യക്തമായ തെളിവുമായിട്ട് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ ഇപ്പോൾ അവതരിപ്പിച്ചു തരാം. അതായത് ഞാനത് ഇതിൻ്റെ അടിസ്ഥാനത്തിലോട്ട് തുടങ്ങുന്നതിന് മുൻപ് ഞാൻ പറയണേ, 2 ദിവസം മുമ്പേ നടന്ന സംഭവമാണ്. നടന്ന സംഭവം 2 ദിവസത്തിന് മുൻപേ ഞാനൊരു കമ്പ്യൂട്ടർ സെന്ററിൽ പോകാനിടയായി. ഒരു പർട്ടിക്കുലറി അവിടെ ഒരു ഫോട്ടോ കോപ്പി എടുക്കാനും വേണ്ടി പോയതാണ്. അതൊരു കമ്പ്യൂട്ടർ സെന്ററാണ്. അവിടെ വെച്ച് ഞാനൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. ആ പെൺകുട്ടിക്ക് ആകസ്മിക എന്ന് ഞാൻ പേരിടാം. യഥാർത്ഥ പേര് പറയാൻ നിവൃത്തിയില്ല, അത് പറയാനും പറ്റില്ലല്ലോ, കാരണം 19 വയസ്സായ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയല്ലേ. എന്നെ പെൺകുട്ടിയായിട്ട് സംസാരിക്കാനിടയായി. ആ കുട്ടിയെ ഞാൻ ആകസ്മിക എന്ന് പറഞ്ഞ് വിളിക്കാം. ആ കുട്ടി ഇവിടുത്തെ ടോപ്പ് സ്കൂളിൽ, ഇവിടുത്തെ ഏറ്റവും ടോപ്പ് സ്കൂളിൽ, ആ ഞാൻ പരിചയപ്പെട്ട ആ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതുമായിട്ട് ആ സ്ഥലമായിട്ട് ആ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ടോപ്പ് സ്കൂളിൽ പഠിച്ചിറങ്ങിയ കുട്ടിയാണ്. ആ കുട്ടിക്ക് സയൻസാണ് മെയിൻ എടുത്ത് പഠിക്കുന്നത്. ആ കുട്ടി ഇപ്പോൾ അടുത്ത് സയൻസിൻ്റെ തന്നെ മൈക്രോബയോളജിയുടെ ടോപ്പ് കോഴ്സ് ചെയ്യാൻ പോവുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ആകസ്മിക എന്ന് പറയുന്ന കുട്ടിയോട് ഞാൻ യാദർച്ഛയോട് ജസ്റ്റ് ഒന്ന് സംസാരിച്ചപ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ ഉദാഹരണം പറയുകയാണ്. എന്താണ് മാറ്റേണ്ടതുള്ളത്, എന്തുകൊണ്ട് മാറ്റണം എന്നുള്ളത് പരിചയപ്പെടാനാണ്. ഈ കുട്ടിക്ക് സയൻസ് വിഷയത്തിൽ 97 മാർക്ക്. സ്കൂളിലെ ടോപ്പ് ആദ്യത്തെ 3 കുട്ടിയാണ് ഈ കുട്ടി. അതിൽ തന്നെ ഇംഗ്ലീഷിന്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ഇംഗ്ലീഷിനൊക്കെ 99. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, അതൊരു ലാംഗ്വേജ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞ് നിർത്താം. സയൻസ് വിഷയത്തിന് 97.